ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ ചായകുടിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇന്നലെ ചക്ക കൊണ്ടുവന്ന് വെച്ചായിരുന്നു. അപ്പോൾ അതൊന്ന് 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് ചായക്ക് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നന്നാക്കായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഏട്ടൻ വന്നിട്ട് ഞാനും കൂടാന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുക. ചക്ക നേരെയാക്കുന്നതിൻ്റെ ഇടയിലാണ് അച്ചുട്ടി വന്നിട്ട് അന്ന് ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ഫോണും കൊണ്ട് വന്നു കേട്ടോ. അവൾക്കൊന്നും സ്കൂളില്ല, ഇന്ന് ലീവാണ്. എരിശ്ശേരി വെക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ നാളികേരമില്ല. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഉപ്പേരി വെച്ചാൽ മതിയെന്ന്. ഉപ്പേരി ആയാലും എരിശ്ശേരി ആയാലും 2 ചക്കക്കുരു എങ്കിലും ഇതിൽ വെക്കുമ്പോൾ ഇടണം എന്ന് പറഞ്ഞിട്ടേ. ചക്കക്കുരു ഇടാതിരിക്കാൻ പാടില്ല അത്രേ. 1-2 കുരുവെങ്കിലും ഇടണം. അല്ലാച്ചെങ്കിൽ പിറ്റത്തെ കൊല്ലാകുമ്പോഴേക്ക് ആ പ്ലാവുമ്പോൾ ചക്ക ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ അമ്മ പറയുന്നുണ്ട് മുന്നേയൊക്കെ, പഴയ ആൾക്കാർ പറയണതല്ലേ. അപ്പോൾ അവർ 2 കുരുവെങ്കിൽ 2 കുരു ഇടണം എന്ന് പറയുക. അങ്ങനെ ചക്ക ഉപ്പേരിക്ക് വേണ്ടി നന്നാക്കി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ചോറ് വാങ്ങി അടുപ്പത്ത് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചീനിച്ചട്ടി ചൂടാവട്ടെ വെച്ചിട്ട് നന്നാക്കുമ്പോഴേക്കും അതിൻ്റെ മേലെ കയറ്റി വെച്ചതാണ്. ഞാൻ ഉപ്പേരി അടുപ്പത്ത് വെച്ചു. പണിയില്ലാത്ത ദിവസങ്ങൾക്ക് 10 മണിക്ക് ചായക്ക് എന്തെങ്കിലുമൊക്കെ വേണം. അത് കുട്ടികളാരെങ്കിലും ഉണ്ടെങ്കിലും അവരുണ്ടെങ്കിലാണ് 10 മണിക്ക് ചായ. അല്ലാച്ചെങ്കിലൊന്നും ഞാൻ ഒറ്റയ്ക്കാകുമ്പോഴൊന്നും അങ്ങനെ ഉണ്ടാക്കി കുടിക്കില്ല. അപ്പോൾ അവരുള്ള ദിവസങ്ങളിലാണ് എന്തെങ്കിലും ഉണ്ടാക്കുക. അങ്ങനെ 10 മണിയൊക്കെ ആകുമ്പോൾ ചോറ് വാർത്ത് കൊണ്ടേക്ക് കേട്ടോ. ചോറ് വാർത്തിട്ട് അവിടെ തന്നെ ചാരി വെച്ചിരിക്കുന്നത്. ഉപ്പേരി ആകുമ്പോഴേക്ക് ഇല മുറിക്കുക. അന്ന് ഇലയിൽ കഴിക്കാതെ രസമല്ലേ, ഇലയിൽ ഉപ്പേരി വിളമ്പിയിട്ട് ചായയും കൂട്ടി അങ്ങനെ കഴിക്കുമ്പോൾ. ഇങ്ങനെ ഇലയൊക്കെ മുറിച്ച് വന്ന് അതിൽ നിറയെ പൊടിയാണ്. ഇപ്പോൾ വേനൽക്കാലമല്ലേ, ആകെ പൊടിയായിട്ട്. ഇലയൊക്കെ കഴുകി ചായ കുടിക്കായിരുന്നപ്പോൾ അച്ഛനും വിളിച്ചപ്പോൾ അവൾക്ക് വേണ്ട. അവൾക്ക് ഉപ്പേരിയോടൊന്നും വലിയ ഇഷ്ടമില്ല. എരിശ്ശേരിയാണ് വെച്ചെങ്കിൽ കുറച്ച് കഴിക്കും. ഉപ്പേരിയൊന്നും കൂട്ടി അവർ കഴിക്കില്ല. ക്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് എന്താ വെച്ചെങ്കിൽ ഇക്കും മധുരമുള്ളത് വേണം, ഏട്ടനും മധുരമില്ലാത്ത ചായ വേണം. അപ്പം ഞാൻ വന്നിരുന്നപ്പോഴേക്കേ ഏട്ടൻ ക്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടും മാറ്റി വെച്ചിറക്കുക. അപ്പം കുടിച്ച് വയ്ക്കുമ്പോൾ മധുരമില്ലാത്ത, അപ്പം അങ്ങനെ മാറ്റിയതാണത്. ചായകുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇരുന്ന് പിന്നെ ഉച്ചയാകുമ്പോഴേക്കുള്ള ചോറിന് അമര കൊണ്ടുവന്നായിരുന്നു, അമരയ്ക്ക. അപ്പോൾ അത് ഉപ്പേരിയൊക്കെ വെച്ചിട്ട് അത് ഉപ്പേരിയൊക്കെ കേട്ടോ. ഇന്നിപ്പോൾ ഉച്ചയാകുമ്പോഴേക്കുള്ള ചോറിന് രാവിലെ ദോശയ്ക്ക് മസാലക്കറി ഉണ്ടാക്കിയതുണ്ട്. അപ്പോൾ അത് മതി പറഞ്ഞു. അതും മസാലക്കറിയും അമരയ്ക്കപ്പേരിയും പിന്നെ ചക്കപ്പേരിയുടെ അതും കൂട്ടിയിട്ട് ഉച്ചയാകുമ്പോൾ ചോറുണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ, കൊച്ചു വീഡിയോ ആണ്.